ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമുള്ളൊരു ഘടകമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റിയ ദുരനുഭവമാണ് ഞാൻ ഇവിടെ പങ്കിടാൻ പോകുന്നത്. പുള്ളിക്കാരന് ഇമ്മീഡിയറ്റ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് വെച്ചാൽ പുള്ളിക്കൊരു പാരലൈസ് പോലെ ഉണ്ടായി. പുള്ളി ഏൺ ചെയ്ത എല്ലാ പൈസയും ഹോസ്പിറ്റൽ ബില്ലായിട്ട് ചിലവ് ചെയ്യേണ്ടി വന്നു. പുള്ളിക്കാരനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ആ ഇൻഷുറൻസ് കമ്പനി അത് ക്ലെയിം ചെയ്ത് പുള്ളി എന്താണ് സേവ് വെച്ച പൈസ ഒരു സേവിങ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ലേസിയായിട്ട് കരുതിയ ഇൻഷുറൻസ് വലിയ എമൗണ്ട് പേ ചെയ്യണം. ഇയർലി 15,000 25,000 അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡുണ്ട്. അങ്ങനെ പല സ്കീമുകളുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പം ഓൺലൈനിൽ തന്നെ നോക്കിയാൽ അറിയാം. പല സ്കീമുകളുണ്ട്. അത് നോക്കി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പകുതി നിങ്ങൾ സമ്പാദിക്കുന്ന പൈസകളാണ് നിങ്ങൾ ഹോസ്പിറ്റലിലും കാര്യങ്ങളും കൊടുക്കുന്നത്. ഹോസ്പിറ്റലിന് പറഞ്ഞൊരു കാര്യമില്ല. അവർ ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ ചിലവുകളും അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ സർവീസ് ചാർജസും അവിടെ നിൽക്കുന്ന ഡോക്ടർമാരുടെ എല്ലാവരുടെയും ശമ്പളം എല്ലാം വെച്ചിട്ടാണ് അവർക്ക് ചാർജസും കാര്യം എടുക്കുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടൊരു ഇൻഷുറൻസ് എടുക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സേഫ്റ്റിയാണ്. ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ആരുടെയും കയ്യിൽ ഉണ്ടാകത്തില്ല. ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ കടം വാങ്ങിച്ചായിരിക്കും, ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും, ചിലപ്പം വലിയ ഇൻട്രസ്റ്റിനായിരിക്കും ലോൺ ചെയ്യുന്നത്. അതടയ്ക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. പ്രവാസികളുടെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. പ്രവാസികൾ ഒരു 10 വർഷം 15 വർഷം സമ്പാദിച്ച പൈസയായിരിക്കും ഈ 15, 18, 20 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റിൽ എല്ലാ പൈസയും പോകുക എന്ന് പറയുന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വീഡിയോ എല്ലാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് എല്ലാ വ്യൂവേഴ്സിനും നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് വീഡിയോ കാണുന്നതും സപ്പോർട്ടുണ്ട്. താങ്ക് യു.